ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്കൊരു പനിയൊക്കെ വന്നിങ്ങനെ സൗണ്ടൊക്കെ മാറിയിരിക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല ഞാൻ പറയുന്നത്. ഇത് എൻ്റെ കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഞാനിതിങ്ങനെ ഇൻഡോറിലാണ് വെച്ചിരിക്കുന്നത്, വിൻഡോയുടെ സൈഡിൽ. എന്നുവെച്ചാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അതാണല്ലോ, അവർക്ക് നല്ലപോലെ വെട്ടം വേണം. നന്നായിട്ട് പ്രകാശം ഉണ്ടെങ്കിൽ അവ നന്നായിട്ട് പൂക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പൂക്കൾ കുറവായിരിക്കും. അതിങ്ങനെ ഗ്രീൻ കളറിൽ അതിൻ്റെ ലീഫ് ഇരിക്കുന്നേ ഉള്ളൂ, പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ വെയിൽ വരുമ്പോൾ ഞാൻ ഇവരെ എടുത്ത് ഇങ്ങനെ പുറത്ത് വെക്കും. പുറത്ത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടും. അന്നേരം നന്നായിട്ട് എനിക്ക് ആ വെയിലുള്ള സമയം എത്രയും നേരം ഞാൻ ഇതുപോലെ കൊണ്ട് കുറച്ച് നേരം പുറത്ത് വെക്കും. അതപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ടപ്പം അവർക്ക് നന്നായിട്ട്. എപ്പോഴും ഇൻഡോറിനകത്തിരിക്കുമ്പം അതൊരു പ്രകൃതിയുമായിട്ടൊരു ഇണങ്ങി ചേരുന്നില്ലല്ലോ. ഇപ്പം ഇങ്ങനെ വെക്കുമ്പം ആ ചെടികൾക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ അവരൊക്കെ ഇപ്പം ഭയങ്കര സന്തോഷത്തില്ല. ഇത് കണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചതാണ് ഞാൻ കൂടുതലും എനിക്ക് നോട്ടീസ് ചെയ്തത്, നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഒരു പൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തണ്ട് കരിഞ്ഞു പോകത്തില്ല. അതിൽ നിന്ന് വീണ്ടും വീണ്ടും ശിഖരങ്ങളിങ്ങനെ വീണ്ടും വരും, അതിനകത്ത് വീണ്ടും മുട്ട് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള ചെടികൾ. പിന്നെ ഞാൻ ഇവരെ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു പോട്ട്, അത് ഹോളുള്ളൊരു പോട്ടിലാണ് ആ ചെടി നട്ടിരിക്കുന്നത്. പിന്നെ ഹോളില്ലാത്തൊരു പോട്ടിനകത്ത് ഞാൻ എൻ്റെ ആ ഫുഡുണ്ടല്ലോ, ഫീഡിങ് ഉണ്ട്, അത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. ഫുള്ളായിട്ട് വെക്കത്തില്ല, ഹാഫിനെയൊക്കെ കുറച്ചുകൂടെ താഴായിട്ട് അത് ഒഴിച്ച് വെക്കും. അപ്പോൾ അതിങ്ങനെ അബ്സോർബ് ചെയ്ത് പ്ലാന്റ് അതിലിങ്ങനെ വളർന്നു നിൽക്കും. ഒരുപാട് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ചീഞ്ഞു പോകും. എടുത്ത് വെക്കുന്ന ദിവസമാണ് എൻ്റെ ഈ ക്ലീനിങ് പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആ വിൻഡോയുടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ജസ്റ്റ് ആ കുറേ പൊടികളൊക്കെ കാണും, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും ഒരു ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്ത് ഒരു മിക്സ് ഇട്ട് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും ഇൻഡോർ വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഇതുപോലെ ഇങ്ങനെ പൂപ്പൽ പോലെ വരിക എന്നുള്ളത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അത് ആ പൂപ്പൽ പോലുള്ള അതങ്ങ് പോകും, ഫ്രഷായിട്ടിരിക്കും. ആ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലതാവും. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അവിടെ ഇങ്ങനെ ക്ലീനിങ് ഒരു ഇൻ്റർവെല്ലായിട്ട് നമ്മളതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പം ഇതുപോലെ പൊടിയാവും. വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെപ്പോഴും റൂമിനുള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലായില്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുക, ഒരു സ്മെല്ലൊക്കെ. അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിയുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഞാനിതിനെ എടുത്തിതുപോലെ വീണ്ടും അവിടേക്ക് വെക്കും, എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഒരു പ്രത്യേകം അതിനും കുറേ നേരം പ്രകാശത്തിരുന്നതിൻ്റേതും ഒക്കെ ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്. ചെടി അവർക്ക് നന്നായിട്ട് വളരാൻ പറ്റും. നമുക്ക് എത്ര നമ്മൾ ഇൻഡോർ വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മളൊന്ന് എടുത്ത് പുറത്ത് വെക്കണം, എന്നാലേ ചെടികൾക്ക് കൂടുതലും ആ ഒരു ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ വിത്ത് നേച്ചർ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാകും. പിന്നെ ഇതേപോലെ പ്രത്യേകിച്ചാണ് എൻ്റെ ഫീഡ് ഞാനതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കിങ്ങനെ ഫീഡ് വാങ്ങാൻ കിട്ടും. പ്ലാന്റ്സിൻ്റെ ഫീഡ് വളം നമ്മുടെ ഉണ്ടല്ലോ, ആ വളം വാങ്ങാൻ കിട്ടും. ഇങ്ങനെ മൾട്ടിപർപ്പസ് ഫീഡ് കിട്ടും. അത് നമുക്ക് അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസിനും പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കാം. അത് അങ്ങനത്തെ ഒരു ചെറിയ അതിൻ്റെ ആ മെഷർമെൻറ്റ് കാണും, അതിൻ്റെ ഒരു ചെറിയ അടപ്പ് അതെടുത്തിട്ട് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തിട്ട് ഞാൻ കൂടുതലും എടുക്കുന്ന ഇതിനൊക്കെ ഒരു അടപ്പേ എടുക്കുകയുള്ളൂ. അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിനൊഴിച്ച് കൊടുക്കും.
അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സീക്രട്ട് ഉണ്ട്. സീക്രട്ട് എന്ന് മീൻസ് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷെ ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ചായ എടുത്ത് കിട്ടുന്നതിൻ്റെ ബാക്കിയുള്ള പൊടി, പിന്നെ മുട്ടയുടെ തോല്, ഉള്ളിയുടെ തൊലി, നമ്മൾ പഴം എടുക്കുമ്പോൾ അതിൻ്റെ തൊലി, ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തൊലി, അങ്ങനെയുള്ള ഓറഞ്ച് തൊലി, ഇവയെല്ലാം ഞാനൊരു കണ്ടെയ്നറായിട്ട് മാറ്റി വെക്കും. പിന്നീട് ഒരു ദിവസം ഇവയെല്ലാം കൂടെ അടിച്ച് വേറൊരു കണ്ടെയ്നറായിട്ട് നമ്മുടെ ഒരു സ്ലറി പോലെ ഇതിനായിട്ട് മാറ്റി വെക്കും. 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം ഇതിനെ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇവയ്ക്ക് ഇതേപോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓർക്കിഡ്സ് നിറയെ പൂക്കും.